പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രായ് ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവരാണ് ടെലികോം കമ്പനിക്കാരുടെ മുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവര് ഈ കഴിഞ്ഞിടയ്ക്ക് ടെലിഫോൺ കമ്പനികൾക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. രണ്ട് കാര്യത്തിലാണ് നിർദ്ദേശം നൽകിയത്. ഒന്നെന്ന് പറഞ്ഞാൽ ഈ സിമ്മിന്റെ വാലിഡിറ്റി സംബന്ധിച്ച കാര്യമാണ്. രണ്ടാമത് പ്ലാൻ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്, റീചാർജ് പ്ലാൻ സംബന്ധിച്ച കാര്യം. ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണപ്പെട്ട നമ്മളൊക്കെ ടെലിഫോൺ ഉപയോഗിക്കുന്ന ആളുകളാണ്, എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകിച്ച് ടെലിഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സിമ്മിന്റെ വാലിഡിറ്റി സംബന്ധിച്ച കാര്യത്തിലും അതുപോലെ തന്നെ റീചാർജ് പ്ലാൻ സംബന്ധിച്ച കാര്യത്തിലും ജനങ്ങൾക്ക് പണ്ട് മുതലേ ആശയക്കുഴപ്പമുണ്ട്. അതായത് പണ്ടൊക്കെ ചെറിയൊരു തുകയ്ക്ക് നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്കും 1 വർഷത്തേക്കും ഒക്കെ നമ്മുടെ സിമ്മിന്റെ പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങോട്ട് വിളിക്കാൻ സാധിച്ചില്ല എങ്കിലും ഇങ്ങോട്ട് വരുന്ന കോളുകൾ നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മിനിമം ഒരു മാസം ഒരു 200 രൂപയ്ക്ക് ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ സിമ്മിന്റെ വാലിഡിറ്റി നമുക്ക് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. ചാർജ് ചെയ്യാത്ത പക്ഷം ഇൻകമിംഗ് കാളും ഔട്ട് ഗോയിങ് കാളുകളും ഇത് കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കമ്പനിക്കാർ വളരെ കാലമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് റീചാർജ് പ്ലാനുകളുടെ കാര്യത്തിലും. നമ്മളൊക്കെ ചില ഹോട്ടലുകളിൽ കയറുന്ന സമയത്ത് നമ്മൾ ആഹാരം ഓർഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു വടയും കൂടെ കൊണ്ടുതരുന്ന ഒരു പരിപാടിയുണ്ട്, നമ്മൾ ആവശ്യപ്പെടാതെ. അത്തരത്തില് ഈ പണ്ട് ഉള്ള ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ ചെറിയ ബട്ടൺ ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നെറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ അവരെ ഏതെങ്കിലും ഒരു പ്ലാൻ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നെറ്റും കൂടെ ഇവർക്ക് കൊടുക്കും. അപ്പൊ അതിന്റെയും കൂടെ തുക ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കും. ഇവർക്ക് ആ നെറ്റ് കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള ഉപയോഗവുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിനും ഇപ്പോൾ ഒരു തീരുമാനം ആയിരിക്കുകയാണ്. ഈ രണ്ട് കാര്യത്തിന് ഉള്ള നിർദ്ദേശമാണ് ട്രായ് കൊടുക്കുകയും അത് ഈ ടെലിഫോൺ കമ്പനിക്കാർ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ടെലിഫോൺ യൂസേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഇവിടുത്തെ കുത്തക മുതലാളിമാരാണ് ഇത്തരത്തിലുള്ള ടെലിഫോൺ കമ്പനികളൊക്കെ കൈവശം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് BSNL ഉണ്ട് എന്നുള്ള കാര്യം അറിയാം, അത് ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. എന്നാൽ ജനങ്ങൾക്ക് കൃത്യമായി നല്ല സേവനം നൽകാൻ കഴിയാത്തത് കൊണ്ട് ജനങ്ങൾ അതിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞിടയ്ക്ക് എയർടെല്ലും ജിയോ ഒക്കെ വലിയ രീതിയിൽ ഇതിന്റെ താരിഫ് വർദ്ധിപ്പിച്ച സമയത്ത്, അതായത് റീചാർജ് പ്ലാനിന്റെ താരിഫ് വർദ്ധിപ്പിച്ച സമയത്ത് ഒരുപാട് ആളുകൾ അതൊക്കെ കട്ട് ചെയ്ത് BSNLിലേക്ക് പോയി. അപ്പോൾ അതിന്റെയൊക്കെ ചില കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞിടയ്ക്ക് വലിയ രീതിയിൽ ടെലിഫോൺ കമ്പനിക്കാരൊക്കെ താരിഫ് വർദ്ധിപ്പിച്ച സമയത്ത് ഒരുപാട് ആളുകൾ അതൊക്കെ കട്ട് ചെയ്ത് BSNLിലേക്ക് പോയി എന്നൊരു വാർത്ത പുറത്തേക്ക് വന്നു. എന്നാൽ ഈ ഒരു ഡേറ്റ കാണുന്ന സമയത്ത് അത് ശരിയല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 2024 നവംബറിൽ 12 ലക്ഷത്തോളം ആളുകളാണ് പുതിയതായിട്ട് ജിയോയിലേക്ക് ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ 46.12 കോടി ആളുകളാണ് ഇപ്പോൾ ജിയോയുടെ വരിക്കാരായിട്ടുള്ളത്, അതായത് ടെലിഫോൺ വരിക്കാരായിട്ടുള്ളത്. അപ്പോൾ എയർടെലിന്റെ കാര്യം നോക്കുന്ന സമയത്ത് 38.4 കോടി ആളുകളാണ് ഈ എയർടെലിലുള്ളത്. ഏകദേശം 11.4 ലക്ഷം ആളുകൾ കുറഞ്ഞു എന്നാണ് ഈ കണക്ക് കാണിക്കുന്നത്. അവരെല്ലാം ജിയോയിലേക്ക് പോയി. അതുപോലെ തന്നെ വോഡഫോണിന്റെ കാര്യത്തിൽ തന്നെ 20.8 കോടി ആളുകളാണ് അവരുടെ വരിക്കാര്. ഏകദേശം 15 ലക്ഷം ആളുകൾ അവിടെയും ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ നേരെ നമ്മൾ താഴേക്ക് വന്ന് BSNLിന്റെ കാര്യം നോക്കുമ്പോൾ 9.20 കോടി ആളുകൾ മാത്രമേ ഇവരുടെ വരിക്കാരുള്ളൂ, അതായത് BSNLിന്റെ വരിക്കാരുള്ളൂ. ഏകദേശം 3.4 ലക്ഷം ആളുകൾ ഈ ഒരു കണക്ഷൻ കട്ട് ചെയ്തിട്ടും ജിയോയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജിയോയും അതുപോലെ തന്നെ എയർടെല്ലും ഒക്കെ ഇത്രയധികം താരിഫുകൾ വർദ്ധിപ്പിച്ചിട്ടും അവരുടെ സേവനം മെച്ചമായതുകൊണ്ട് ഈ BSNLൊക്കെ ഉപേക്ഷിച്ചും ഈ വോഡഫോണൊക്കെ ഉപേക്ഷിച്ച് അവരിലേക്ക് ആളുകൾ കൂടുന്നു എന്നുള്ളതാണ് ഈ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2024 ഇന്ത്യയിലെ ടെലികോം മാർക്കറ്റ് ഷെയർ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് റിലയൻസിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത്. 40.15% മാർക്കറ്റ് ഷെയർ ഈ റിലയൻസിനാണുള്ളത്. രണ്ടാം സ്ഥാനം എയർടെലിനാണ് 33.45% മാർക്കറ്റ് ഷെയർ, അതായത് ടെലികോം മാർക്കറ്റ് ഷെയർ ഉള്ളത് എയർടെലിനാണ്. വോഡഫോണിനാണ് മൂന്നാം സ്ഥാനമുള്ളത്, 15% മാർക്കറ്റ് ഷെയർ ആണ്. നമ്മൾ BSNLിലേക്ക് വരുന്ന സമയത്താണ് വളരെ പരിതാപകരമായിട്ടുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നത്. 8.03% മാത്രമേ ഈ മാർക്കറ്റ് ഷെയർ, അതായത് ടെലികോം മാർക്കറ്റ് ഷെയർ BSNLിലുള്ളൂ. അപ്പോൾ ഈ റിലയൻസിന്റെയും എയർടെലിന്റെയും വോഡഫോണിന്റെ ഒക്കെ സേവനം മികച്ചതായതുകൊണ്ട് അവർ എത്ര വലിയ രീതിയിൽ താരിഫ് വർദ്ധിപ്പിച്ചാലും അവിടേക്ക് വരാൻ കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യത കൂടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് ഇങ്ങനെ താരിഫുകൾ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ കൃത്യമായി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ഗവൺമെന്റിന്റെ അതോറിറ്റി ആയിട്ടുള്ള ഈ ട്രായ് ആണ്. ട്രായ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത്
വലിയ രീതിയിൽ ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ ഈ താരിഫ് വർദ്ധിപ്പിച്ച സമയത്ത് BSNL ആളുകൾ ഒഴുകിയെത്തും എന്നാണ് എല്ലാ ആളുകളും പ്രതീക്ഷിച്ചത്. എന്നാൽ ആ രീതിയിൽ ഒരു സംഭവം ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ BSNL മികച്ച സേവനം നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ്. അപ്പോഴാണ് ട്രായ് 2 നിർദ്ദേശങ്ങൾ ഈ ടെലിഫോൺ കമ്പനികൾക്ക് നൽകിയത്. അതിൽ ഒന്നാമത്തത് സിമ്മിന്റെ വാലിഡിറ്റി നിലനിർത്തുന്നത് സംബന്ധിച്ചാണ്. നമുക്കൊക്കെ പണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് 10 രൂപയ്ക്ക് റീചാർജിങ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. 7 രൂപ സംതിങ് എങ്ങാണ്ട് ലഭിക്കുമായിരുന്നു. ആ ഒരു സംവിധാനം ഇപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലൊരു സിം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വാലിഡിറ്റി നിലനിർത്താൻ വേണ്ടി വല്ലപ്പോഴൊക്കെ 10 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ടോക്ക് ടൈമും SMS അയക്കാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ ആ ഒരു സിമ്മിന്റെ വാലിഡിറ്റി നമുക്ക് ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ഒരു നിർദ്ദേശം കൂടെ നൽകിയിരിക്കുന്നത്, അതായത് കൺസ്യൂമറിനെ കൃത്യമായിട്ട് അറിയിക്കാതെ ആ സിം കട്ട് ചെയ്ത് ആ ഒരു നമ്പർ മറ്റൊരാൾക്ക് നൽകുവാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറെ നാളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ റീചാർജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ സിം, അതായത് നമ്മുടെ നമ്പർ വേറൊരാൾക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ ട്രായയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ ടെലികോം കമ്പനിക്കാരെ, അതായത് ജിയോയും എയർടെല്ലും ഐഡിയ ഒക്കെ നടപ്പിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റീചാർജ് പ്ലാൻ സംബന്ധിച്ചാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില ആളുകൾ ഈ ബട്ടൺ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്, അവർക്ക് നെറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ അഡീഷണൽ ആയിട്ട് നെറ്റിനും കൂടെ കാശ് കൊടുത്ത് ചാർജ് ചെയ്യുന്ന ഒരു ഏർപ്പാട് നിർത്തണമെന്ന് ഈ ട്രായ് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ജിയോയും എയർടെല്ലും ഒക്കെ അതിന് അനുസരിച്ചുള്ള ഒരു പ്ലാൻ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ കാണുന്നത് ജിയോയുടെ പ്ലാനാണ്. അതായത് 1958 രൂപയ്ക്ക് 365 ദിവസമാണ് വാലിഡിറ്റി നൽകുന്നത്. അൺലിമിറ്റഡ് കോളും SMS ഇതിനകത്ത് ലഭിക്കും. അതാണ് ഒന്നാമത്തെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, അത് ഒരു വർഷത്തേക്കാണ്. രണ്ടാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ 458 രൂപയ്ക്കാണ്, 84 ദിവസമാണ് ഇതിന്റെ വാലിഡിറ്റി ഉള്ളത്. അൺലിമിറ്റഡ് വോയിസ് കോളും അതുപോലെ തന്നെ SMS അയക്കാനും സാധിക്കും. ഇതിനകത്ത് 2 എണ്ണത്തിനകത്തും ഈ പറയുന്ന നെറ്റ് ഇല്ല. നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ചാർജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ട്രായയുടെ നിർദ്ദേശപ്രകാരം എയർടെല് പുറത്തിറക്കിയിരിക്കുന്ന പ്ലാൻ നമുക്കൊന്ന് പരിശോധിക്കാം. 1959 രൂപയ്ക്ക് 365 ദിവസം വാലിഡിറ്റിയാണ് കൊടുക്കുന്നത്. അതിനകത്തിൽ അൺലിമിറ്റഡ് ലോക്കൽ STD കോളും ഉണ്ട്, അതുപോലെ റോമിംഗ് കോളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഏകദേശം 3600ഓളം SMS ഈ ഒരു വർഷത്തിനുള്ളിൽ അയക്കാൻ സാധിക്കും. നെറ്റ് കിട്ടത്തില്ല. അതുപോലെ തന്നെ 84 ദിവസം വാലിഡിറ്റി ഉള്ള പ്ലാനിന് 499 രൂപയാണ് നൽകേണ്ടത്. അതിനകത്തിലും അൺലിമിറ്റഡ് ലോക്കൽ STD കോളും ഉണ്ട്, റോമിംഗ് കോളും ഉണ്ട്. ഒരു വർഷത്തേക്ക് 900 SMS അയക്കുവാനും സാധിക്കും. അതിലും നെറ്റ് ലഭിക്കത്തില്ല. ജിയോയും അതുപോലെ തന്നെ എയർടെല്ലുമാണ് ഇത്തരത്തില് ട്രായയുടെ നിർദ്ദേശപ്രകാരം ഇതുപോലുള്ള ഒരു പ്ലാന് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 2 പ്ലാനും കൂടെ ഒരുമിച്ച് പരിശോധിക്കുന്ന സമയത്ത് ചെറിയ വ്യത്യാസം മാത്രമേ ഇതിനകത്ത് കാണുവാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അതായത് എയർടെല്ലിന് 365 ദിവസത്തേക്ക് ഈ വോയിസ് കോളും SMS മാത്രമുള്ളതിന് 1959 രൂപ നമ്മൾ പേ ചെയ്യണം. എന്നാൽ ജിയോയിലേക്ക് വരുന്ന സമയത്ത് 1958 രൂപയാണ് പേ ചെയ്യേണ്ടത്. 1 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ 84 ദിവസം വാലിഡിറ്റി ഉള്ള എയർടെലിന്റെ പ്ലാനിന് 499 രൂപയാണ്. എന്നാൽ നമ്മൾ ജിയോയിലേക്ക് വരുമ്പോൾ അത് 458 മാത്രമേ ഉള്ളൂ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് പ്ലാൻ ചെയ്താണ് ഇത്തരത്തിലുള്ള താരിഫ് പുറത്തേക്ക് ഇറക്കുന്നത് എന്നുള്ള കാര്യം നമുക്കിത് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ റീചാർജ് പ്ലാൻ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ട്രായ് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം ഇവർക്ക് കൊടുത്തതുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ പുതിയതായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാവപ്പെട്ട ആളുകളാണ് ഇത്തരത്തിലുള്ള ബട്ടൺ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നത്. അവര് ഒറ്റയടിക്ക് ഒന്നുകിൽ 500 രൂപ മുടക്കണം, അല്ലെങ്കിൽ 2000 രൂപ മുടക്കണം. അപ്പൊ അവരെ സംബന്ധിച്ച് പെട്ടെന്ന് 500 രൂപ എടുത്ത് 84 ദിവസം കിട്ടുമെങ്കിൽ പോലും 500 രൂപ ഒരുമിച്ചെടുത്ത് മുടക്കാൻ കഴിയുന്ന ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. ഇത്തരത്തിലുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് 2000 രൂപ ചാർജ് ചെയ്യണം. അപ്പോൾ ഒരു കാരണവശാലും 2000 രൂപയുടെ റീചാർജ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടക്കത്തേ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തില് ഒരു കാരണവശാലും ജനങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു റീചാർജ് പ്ലാന് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഈ ട്രായ് ആണ് കൃത്യമായ രീതിയിൽ ഇവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ട്രായ് കൃത്യമായ രീതിയിൽ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ ഈ ടെലിഫോൺ കമ്പനിക്കാർ ഈ ചാർജുകളൊക്കെ കുറയ്ക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ബോധപൂർവം സർക്കാർ ചെയ്യാത്തതാണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇനി ഈ പൊതുജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള റീചാർജിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മികച്ച സേവനങ്ങൾ അവർ നൽകുന്നുണ്ട്. എങ്കിലും ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഇപ്പോഴത്തുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്തും സാധാരണപ്പെട്ടവനെ സംബന്ധിച്ച് അത് എടുത്തു വെക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പ്രാഥമികമായിട്ട് അത് പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.